ഇത് യു കെയിലെ ടൈലിടിയാണ്. നമ്മുടെ റൂഫിൻ്റെ ടൈലിടുവാണ്. ഞങ്ങളുടെ വീട്ടിലെ ടൈലിടുന്ന രീതിയാണ്. റൂഫ് ടൈലിടുവാണ്. നമ്മുടെ നാട്ടിലിടുന്ന പോലെ ഒരിതാണ്. എല്ലാം പട്ടികയൊക്കെ അടിക്കുന്ന സെയിം മോഡലാണ്. പട്ടികയ്ക്ക് അടിക്കുന്നതാണ്. പക്ഷേ പട്ടിക അടിക്കുന്നതിന് മുമ്പ് അവരൊരു എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഷീറ്റ് ഇടും. അതൊരു പോളിത്തീൻ ഷീറ്റാണ്, ഒരു പേപ്പർ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റാണ്. അതിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് റീപ്പേ അടിക്കും. റീപ്പേ അടിച്ചതിന് ശേഷം ആണ് അവർ ഓടിടുന്നത്. അതിൻ്റെ കോർണർ ഒരു സാധനമുണ്ട്, നമ്മുടെ ഈ പാത്തിയൊക്കെ വരുന്ന ഭാഗമുണ്ടല്ലോ, അത് ഇതിലൊരു ഫൈബർ ഷീറ്റാണ്. ഫൈബർ ഷീറ്റിൻ്റെ ഇങ്ങനെ ഒരു കോർണർ വെക്കും. കോർണർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടൈല് ഇതുപോലെ ഈ ഇവിടെ വരെ കയറി കിടക്കും. രണ്ട് സൈഡിലും കൃത്യമായിട്ട് കയറി കിടന്നു കഴിഞ്ഞാൽ പിന്നെ അത് ലീക്കേജ് വരത്തില്ല. ലീക്കേജ് വരാത്ത രീതിയിലാണ് അത് ചെയ്യുന്നത്. പല സൈസ് ടൈലുകളുണ്ട്, ഓടുകളുണ്ട്. ഇതിപ്പോൾ പാത്തിയോടുണ്ട്, അല്ലാതെ പ്ലെയിൻ സ്ലേറ്റ് പോലുള്ള ഓടുകളുണ്ട്. ഇതിപ്പോൾ ഏകദേശം എൻ്റെ റൂഫിൻ്റെ ഇതാണ്. ഇത് കിച്ചൻ്റെ ഭാഗമാണ്. കിച്ചൻ്റെ അവിടെയും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഓട്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഇടുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ആൾക്കാർ ഇടുന്നത്. ഇപ്പോൾ ഇത് പഴയ ഇത് നെക്സ്റ്റ് നെയ്ബറിൻ്റെ ഒരിതാണ്. ഇത് സ്ലേറ്റ് ഇതാണ് എൻ്റെ വീട്ടിലും കിടന്നിരുന്നത്, നേരത്തെ കിടന്നിരുന്നത്. ഇത് കോർണർ ഇങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇത് കുറച്ച് ലീക്കേജൊക്കെ ആയി, പക്ഷേ ഇത് നല്ല സ്ട്രോങ് ആണ്. ഇത് റോസ്മേരി എന്ന് പറഞ്ഞൊരു ഐറ്റംസാണ്. അത് നല്ല സ്ട്രോങ് ആണ്. അതിനകത്തുനിന്ന് ലീക്കേജ് വരാൻ സാധ്യത കുറവാണ്. ലീക്കേജ് എന്നല്ല, ഇപ്പോഴത്തെ ടൈല് വരുന്നതെന്ന് പറയുമ്പം സിമെൻറ്റിൻ്റെയൊക്കെയാണ് കൂടുതലും വരുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെറ്റീരിയൽസും കുറച്ച് കാര്യങ്ങളും ഒക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഓട്. ഇതാണ് ഇവിടുത്തെ ഓട്. ഇത് സിമെൻറ്റ് ചേർന്നൊരു ഓടാണ്. അപ്പം അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ മണ്ണ് പുഴുങ്ങിയൊന്നുമല്ല. ഇതുപോലെ ഇങ്ങനെ ആണി അടിച്ചതാണ്. ഇതുപോലെ കോർണറാക്കിയിട്ട് ഈ കോർണറിൽ ചേർന്ന് ഇങ്ങനെ വരുന്നൊരു സാധ്യതയാണ്. കമ്മത്തോട് വേറെ വരുന്നുണ്ട്. പിന്നെ അവരുടെ ഫ്രണ്ട് എലിവേഷന് അവർ ഫിക്സ് ചെയ്യുന്ന രീതിയാണ്. ഒരു ഡിസൈൻ രീതിയിൽ കവർ ചെയ്തിട്ട് എലിയോ അതിൻ്റെ കാര്യങ്ങളെ വരത്തില്ല. ഫ്രണ്ട് അവർ ഒരു ഡിസൈൻ എന്നുള്ള രീതിയിൽ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു രീതി. ഇതാണ് കമത്തോട്. ഇതാണ് ഇവിടുത്തെ കമത്തോടെന്ന് പറഞ്ഞ സാധനം. ഇങ്ങനെ കമന്നിരിക്കുന്ന സാധനമാണ്. ഇതാണ് ഓട്. ഇതിന് കട്ട് ചെയ്തിട്ടാണ്. ഇതാണ് ഇവിടുത്തെ ഓട്. ഇതാണ് ഞങ്ങളിവിടുത്തെ UK ആൾക്കാരിടുന്ന രീതിയാണ്. പല സൈസ് ഓടുണ്ട്. നമ്മൾ ചുട്ട ഓടുണ്ട്. ഇതിൻ്റെ മൂല അവരിട്ടുകൊണ്ടിരിക്കുകയാണ്. റൂഫ് അതിന് കമത്തോട് അവിടെ ഇട്ടു. എന്നിട്ടൊരു ക്ലിപ്പൊക്കെയുണ്ട്. അതിന് ക്ലിപ്പുണ്ട്. ക്ലിപ്പ് ജോയിൻ ചെയ്തിട്ട് അവർ സിലിക്കോൺ അടിച്ച് ഫിക്സ് ചെയ്യും. അത് ജോയിൻറ്റ് ഇതെന്ന് പറഞ്ഞൊരു സംഗതിയാണ്. അതെനിക്കൊന്ന് ഇവിടെ കൊണ്ട് ഉണ്ടായിരുന്നു. ഇവിടെ കിടപ്പില്ല, ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഇതാണ്. ഇതിപ്പോൾ ഇത് എൻ്റെ വേറൊരു നെയ്ബറിൻ്റെ സൈഡാണ്. ഇത് അവിടെ പണി ചെയ്യുന്ന ആളാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇതിൻ്റെ ഒരു സീലിംഗ് എന്താ പറഞ്ഞ റൂം ഉണ്ടാക്കിയെടുത്ത നെയ്ബർ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ജോയിൻ്റായിട്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഒന്നിച്ച് കിടക്കുന്നത്. അല്ല, 2 വീടാണ്. എൻ്റെ ഭാഗമാണ് ഇത്. അത് അവർ ഫേസ് ചെയ്തിരിക്കുന്നത്, വൃത്തിയായിട്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഞങ്ങൾ ചെയ്തത്. താങ്ക് യു.